ഗാസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുക? ഞാൻ ഇന്ന് കണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് മലയാള സാഹിത്യത്തിന്റെ അമ്മ എന്നൊക്കെ വിളിക്കുന്ന അത്രയേറെ ബഹുമതികൾ കിട്ടിയിട്ടുള്ള പ്രൊഫസർ എം ലീലാവതി ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ഇത് പറയുമ്പോൾ ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഗാസയിൽ മാത്രമല്ല യുദ്ധം നടക്കുന്നത്, മറ്റു രാജ്യങ്ങളിലും മറ്റ് കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ പോലും പല വിഷയങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ടീച്ചർ പറഞ്ഞത് ടീച്ചറുടെ മനസ്സിലുള്ള നോവ് കൊണ്ടായിരിക്കണം, അത് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ടീച്ചർക്കെതിരെ ഒരുപാട് ഈ കമന്റിന് ഇതിന് താഴെ ഒരുപാട് പേരാണ് ചീത്തവിളികളുമായിട്ട് എത്തിയിട്ടുള്ളത്. എന്താണിത് ഇങ്ങനെയൊക്കെ? എന്തരാണല്ലേ ഇത് ഈ പോസ്റ്റ് ഞാനും കണ്ടിരുന്നു. ഈ പോസ്റ്റിന്റെ താഴെ ഒരുപാട് ചീത്തവിളിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഈ പറയുന്ന ലീലാവതി ടീച്ചർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന സാഹിത്യകാരിയും പിന്നെ ടീച്ചറും ഒക്കെ അധ്യാപികയൊക്കെ ആയിരുന്നു. ഇവർക്ക് അക്കാദമി പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്താണ് ബഹുമതിയുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ, ഒരുപാട് പത്മശ്രീ പുരസ്കാരമൊക്കെ 2008 അത് കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഇടതുപക്ഷ സഹയാത്രിക ആണെന്നാണ് തോന്നുന്നത്. കൃതികളൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കിയപ്പോൾ അത്തരത്തിലുള്ള ഒരു സഹയാത്രികയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കാം, ഞാൻ വായിച്ചിട്ടില്ല ഈ പുസ്തകങ്ങൾ. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ അതായത് ഇങ്ങനെ നമ്മൾ അത് ഈ പറയുന്നവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇപ്പോൾ ഈ ടീച്ചറിനെ ചീത്ത വിളിക്കുന്നവർ മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മൾ ഏത് വാർത്ത കാണണം, ഏത് വാർത്ത കേൾക്കണം, ഏത് വാർത്ത വായിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ല. അതാണ് നമ്മുടെ ഒരു കുഴപ്പം. കാരണം ഈ നമ്മൾ ഏത് പ്രാധാന്യത്തോടെ, അതായത് വാർത്തകളിൽ തന്നെ ഏതാണ് പ്രാധാന്യം കൂടുതൽ, ഏതാണ് പ്രാധാന്യം കുറവ്, ഇത്തരത്തിലുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ല, ഈ പറയുന്ന മാധ്യമങ്ങളാണ് അല്ലേ? ആ മാധ്യമങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന സ്രോതസ്സുകളാണ് തീരുമാനിക്കുന്നത് ഏത് വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, ഏത് വാർത്ത കാണണം, ഏത് വാർത്ത കാണിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. മറ്റൊന്നും നമ്മൾ കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് മറ്റു വാർത്തകളൊന്നും. അപ്പോൾ ഇന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്ത ഞാൻ ഇപ്പോൾ ഇതോട് ബന്ധപ്പെട്ട ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ ഈ പറയുന്ന ഗാസയിലെ കുട്ടികളെ പറ്റിയുള്ളൊരു വാർത്തയായിരുന്നു. അവിടെ അതിനെപ്പറ്റി അവിടെ നടക്കുന്ന ഈ ഇസ്രായേലിൻ്റെ കൂട്ടക്കൊല, അത് പട്ടിണി കൊണ്ടുള്ള കൊലപാതകം, പട്ടിണി വെച്ചുള്ള കൊലപാതകം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഇസ്രായേലിൽ ആക്രമണം ഒക്ടോബർ 12 നടന്നതിനെ പറ്റി, 2024 ഒക്ടോബർ 12 നടന്നതിനെ പറ്റി ഇവർക്ക് ഒന്നും പറയാനില്ല. അവിടെ അന്ന് സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഹമാസ് ബന്ദികളാക്കിയിരുന്ന ആളുകൾക്ക് എന്ത് പറ്റി, അവരിൽ എത്ര സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത്, എത്ര പേരാണ് പട്ടിണി കിടന്ന് മരിച്ചത്, അതിനെപ്പറ്റിയൊന്നും. കാരണം മനുഷ്യജീവൻ എന്ന് പറയുന്നത് എല്ലായിടത്തും അവരെ കൊണ്ട് കുഴിമാടം അതൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. എനിക്ക് മനസ്സിലാവാത്തത് ഗാസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മാത്രം തൊണ്ടയിലൂടെ ചോറിറങ്ങാത്തവരെ പറ്റിയുള്ള അവരുടെ ഒരു മനോഗതി അല്ലെങ്കിൽ മനസ്ഥിതിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ആ ടീച്ചറിന്റെ സന്തോഷമില്ലാത്ത ടീച്ചർ എന്നൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സന്തോഷമില്ലാത്ത ടീച്ചർ, ലീലാവതി ടീച്ചർ ഒന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ സന്തോഷമില്ലാത്ത ടീച്ചറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ടീച്ചർ കുറച്ചും കൂടെ ഈ പറയുന്ന മലയാള മാധ്യമങ്ങൾക്ക് അപ്പുറം മറ്റു മാധ്യമങ്ങളും കൂടെ വായിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇടതുപക്ഷ മാധ്യമങ്ങളല്ലാതെ സെൻട്രലിൽ നിൽക്കുന്ന മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും എല്ലാം വായിക്കണം നമ്മളല്ലേ. എല്ലാം വായിച്ചാലേ നമുക്കൊരു പെർസ്പെക്റ്റീവ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വല്ലവരും പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. എല്ലാം വായിച്ചിട്ട് വേണം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി RSSൻ്റെ ഓർഗനൈസർ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ വായിക്കുന്നത് എല്ലാം, അത് മീഡിയ വൺ കാണുന്നതും കുഴപ്പമില്ല. നമുക്കത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് വായിക്കുമ്പോഴാണ് എന്തായിരിക്കും സംഭവിച്ചതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരുടെ വളച്ചൊടിച്ച വെർഷനാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ടീച്ചറിനെ ശരിക്കും പറഞ്ഞാൽ അല്ലേ കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ടീച്ചറിന് കിട്ടുന്ന വാർത്തകളാണ് ഈ പറയുന്ന ഇവിടുത്തെ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ കൊടുക്കുന്ന അവർ നിരന്തരം കേൾക്കുന്ന ഗാസയിലെ കുട്ടികളുടെ നിലവിളി, അല്ലെങ്കിൽ അവിടുത്തെ ചിത്രങ്ങൾ, കുട്ടികളുടെ ചിത്രങ്ങളുണ്ടല്ലോ, എല്ലും തോലുമായിട്ടിരിക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ, സ്ത്രീകളുടെ യാതനകൾ, ഇത്തരത്തിലുള്ള വാർത്തകളാണ്. TV തുറന്നാലും മറ്റേതെങ്കിലും മാധ്യമങ്ങളൊക്കെ തുറന്ന് വായിച്ചാലും ഒക്കെ ഇത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ഗാസ വരെയൊന്നും പോകേണ്ട കാര്യമില്ല. ടീച്ചറിനോട് പറയുന്നതാണ്, ഈ ഗാസ വരെയൊന്നും പോകേണ്ട കാര്യമില്ല. അതിനിപ്പുറം യമൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. യമനിൽ ഒന്ന് പോയി നോക്കുക, അതായത് ഇൻ്റർനെറ്റിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കുക. 11,000-ഓളം കുട്ടികൾ
കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ, പരിക്കേറ്റതും അല്ലാതെ കൊല്ലപ്പെട്ടിട്ടുമായിട്ടുള്ളത്, അങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് കാണാൻ പറ്റും. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ കൊടുത്താണ്. 2014 മുതൽ ആണ് അവിടെ ആഭ്യന്തര കലാപം, സിവിൽ വാർ നടക്കുകയാണ്. ആരാ കൊല്ലുന്നത്, ആരാ യുദ്ധം ചെയ്യുന്നത്, ആരാണ്? സൗദിയും സഖ്യസേനയുമാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകം തന്നെ 65,000-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക്. അതിൽ തന്നെ 11,000-ഓളം കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടീച്ചർ ആ ഒരു വാർത്തയൊക്കെ കാണുന്നില്ലേ, അറിയുന്നില്ലേ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അതായത് അവർ ആ വാർത്ത കാണാത്തതാണോ, അത് അവരിലേക്ക് ആ വാർത്ത എത്താത്തതാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് മാനവികതയുടെ മൊത്ത കച്ചവടക്കാർ നമ്മൾ പറയല്ലോ, വക്താക്കൾ അല്ലെങ്കിൽ മാനവികതയുടെ വക്താക്കൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു മാനവികനല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പറയുന്നത്, അവർ പടച്ചുവിടുന്നതാണ് ഈ ഗാസയിലെ കുട്ടികളെ കാണുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള മാനവികത, അവരുടെ അത്തരത്തിലുള്ള വാർത്തകളാണ് അവർ പടച്ചുവിടുന്നത്. അത് ഈ പ്രധാനമായിട്ട് ഗാസയിലെ വാർത്ത മാത്രമാണ് വരുന്നത്. അപ്പൊ അവിടുത്തെ കുട്ടികളെ, അതായത് അവിടെ നമ്മൾ നേരത്തെ സംസാരിച്ച വിജയൻ ഞാനും കൂടെ സംസാരിച്ചപ്പോഴാണ് തോന്നുന്നു പറഞ്ഞു, സ്ത്രീകൾ വലിയ കുഴപ്പമില്ല, കുട്ടികളെ ഇവർക്ക് ആവശ്യമുണ്ട്. കാരണം ഈ കുട്ടികളുടെ പടം വെച്ചിട്ടാണ് ഫണ്ടുകൾ ഇവർ സ്വരൂപിക്കുന്നത്. അപ്പൊ ഈ പിക്ചറാണ് എല്ലാവരും കൊടുക്കുന്നത്. അത് നേരെ തിരിച്ച് ഈ ഫുഡ് ട്രക്ക് തട്ടിക്കൊണ്ട് പോകുന്ന ഹമാസുകളുടെ പിക്ചർ ഉണ്ട്, അതാരും കൊടുത്ത് ഇതുവരെ. മാത്രമല്ല ഈ പറയുന്ന നമ്മൾ പാപ്പിയപ്പച്ചയിൽ കാണിക്കുന്ന പോലെ, പാപ്പിയപ്പച്ച സിനിമയിൽ കാണിക്കുന്ന പോലെ ഈ ഇത് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഹമാസ് ഫുഡ് കൊടുക്കുന്നത്. എന്നിട്ട് അത് റെക്കോർഡ് കഴിയുമ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കും ഈ ബക്കറ്റ്, അതായത് കുട്ടി ചുമന്നുകൊണ്ട് വരുന്ന ഒരു ബക്കറ്റ് ചുമന്നുകൊണ്ട് വരുന്നു. ഹമാസിന്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ തീവ്രവാദി കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ ബക്കറ്റ് വാങ്ങിക്കുന്നു. ഇത് റെക്കോർഡിങ് കഴിഞ്ഞുകൊണ്ട് ഇയാൾ ഈ ബക്കറ്റ് അവിടെ കൊണ്ട് തിരിച്ചു വയ്ക്കും. എടുത്തോണ്ട് അത്രയും ദൂരം വന്ന് അവിടെയെങ്കിലും വെച്ചിട്ട് പോകും. അതുമല്ല, തിരിച്ച് എവിടുന്നാണോ എടുത്തത് അവിടെ കൊണ്ടുവയ്ക്കും. ഇനി ആ കുട്ടി അത്രയും ദൂരം പോയി എടുത്തുകൊണ്ട് വരണം. അപ്പം ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ലീക്കായിട്ടുണ്ട്. അപ്പം കാരണം ഇതിനകത്ത് തന്നെ ഇവർ അറിയുന്നില്ലല്ലോ, ഇതിനകത്ത് തന്നെ ഇവർ ചെയ്യുന്ന തെണ്ടിത്തരത്തിനോട് യോജിക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും ഈ പലസ്തീനിൽ. അപ്പോൾ യമനിലെ കുട്ടികളെ പറ്റി ഇതാണ് ഈ ടീച്ചറിന് തോന്നാത്തതെന്നുള്ളതാണ് ഞാൻ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്തത്. അവിടുത്തെ കുട്ടികളല്ലേ? അല്ല, അത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേക അതിന് അതെ, കാരണം പൊലിപ്പിച്ച് ഇങ്ങോട്ട് വരുന്നില്ല അവിടുത്തെ വാർത്തകൾ. വാർത്തയായിട്ട് പാലസ്തീൻ്റെ കേസ് നമുക്കറിയാം. ഇവിടെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞതുകൊണ്ട് പറയുന്ന പള്ളിവുഡ് എന്ന് പറയുന്ന ഒരു സമാന്തര സംവിധാനമുണ്ട്. അതായത് നമ്മൾ ഈ ഹോളിവുഡ് ബോളിവുഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിവിടെ ഹോളിവുഡ് അമേരിക്കയിൽ, ബോളിവുഡ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ എന്താണ്, നമുക്ക് സിനിമ പിടിക്കാനുള്ള പരിപാടിയാണ്. ഇതെന്ന് പറയുന്നത് ഈ അവിടെയുള്ള പള്ളിവുഡ് എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് ഓരോ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് ലോകം മുഴുവൻ ഇതിനെ പ്രചരിപ്പിച്ച് അതിൻ്റെ ഇരവാദം മുഴക്കി കോടികൾ കൊയ്യാനുള്ളൊരു അത്തരത്തിലുള്ളൊരു ബിസിനസ്സാണ്. അങ്ങനെ ഒരു വീഡിയോ പ്രൊഡക്ഷൻ മേഖലയാണ് പള്ളിവുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഇരകളാണ് ഈ ടീച്ചറൊക്കെ, മനസ്സിലായോ? അപ്പോൾ നിരന്തരമായിട്ട് അത്തരം ചിത്രങ്ങളായിരിക്കും ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്കും താല്പര്യം. അങ്ങനെ വരുന്ന ചിത്രങ്ങളുടെ അതിൻ്റെ സത്യം എത്രത്തോളമാണ് എന്ന് അന്വേഷിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് പൊലിപ്പിച്ച് നമ്മളെ കാണിക്കുകയും ചെയ്യും. യമനിലെ വാർത്തകളൊന്നും കാണിക്കുകയില്ല. ഗാസ മാത്രമാണ് അവരുടെ, ഗാസയിലോട്ട് പറയും. നമ്മളിവിടെ പറയും, കേരളത്തിൽ പറയും വടക്ക് നോക്കിയ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വടക്കോട്ട് എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കുന്ന സംഭവം. ഇവിടെ നടക്കുന്ന ഒന്നും ഒരു കാണത്തുമില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഈ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തില്ല ചില ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്, ഒരു പ്രത്യേക ദിശയിലോട്ട് തല തിരിഞ്ഞിരിക്കും, ഇങ്ങോട്ട് തിരിയില്ല. അപ്പം ഒരു സമയത്ത് തന്നെ 4-5 യുദ്ധം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ലോകത്ത് ഇപ്പം ഒരുപാട് കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്, അവിടെയും മരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ മുന്നിലേക്ക് വാർത്തയായിട്ട് ഇതുപോലെ പൊലിപ്പിച്ചു വരാറില്ല. വാർത്ത വരാറുണ്ട് റിപ്പോർട്ടായിട്ട്, അല്ലേ, ഒരു ആക്രമണം നടന്നു. പക്ഷെ ഇങ്ങനെ പൊലിപ്പിച്ചു വരാറുണ്ടോ? വരാറില്ല. റഷ്യ എന്തുകൊണ്ടാണ് ഇവർ കുറ്റം പറയാത്തത്? യുക്രൈനിലെ ഇത്രയേറെ അവിടെ എല്ലാം സിവിലിയൻ ഡെത്ത് നടക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് റഷ്യ ഇവർ കുറ്റം പറയാത്തത്? കമ്മ്യൂണിസ്റ്റുകൾ എന്താണ് കുറ്റം പറയാത്തത്? അവരതിന് പറയില്ല. ട്രംപ് ഇറാൻ ആക്രമിക്കുമ്പോൾ പറയും. ഇതേ ആളുകൾ തന്നെ ഇറാൻ ഈ പറയുന്ന ഇപ്പൊ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് ഞാൻ കണ്ടതാണ് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധം, അല്ലെ, അവരുടെ ഒരു ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധം, അവരുടെ തീയതിയൊക്കെ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചിത്രത്തിൽ ഗാസയിലെ ഒരു കുട്ടിയുടെ പടം വച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഖത്തറിൽ നടന്ന ആക്രമണവും ഗാസയിലെ കുട്ടിയുമായിട്ട്? അതായത് പലസ്തീനിലെ ഹമാസ് തീവ്രവാദികളുടെ കേന്ദ്രം എവിടെയാണ്, ആസ്ഥാനം എവിടെയുണ്ട്? ഖത്തറിലുണ്ട്. ഹമാസ് ആണല്ലോ ഈ ഗാസയില് ഉള്ള ആൾക്കാര്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഇന്ത്യയുടെ നിലപാട് ഇസ്രയേലിനൊപ്പമാണ്. പക്ഷേ
ഹമാസിനെതിരെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ പാലസ്തീനൊപ്പമാണ്, പാലസ്തീൻ എന്ന് പറയുന്ന പാലസ്തീനികളോടൊപ്പമാണ് ഇന്ത്യ എന്ന് അറിയിച്ചിട്ടുണ്ട്. പാലസ്തീൻ നിവാസികളോട് ഹമാസിനെതിരെയാണെന്നുള്ളത് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് തന്നെയാണ് ഇന്ത്യ കാണുന്നത്. അപ്പൊ ഇത് അങ്ങനെയുള്ള രാജ്യത്തിനകത്തിരുന്നുകൊണ്ട് ഇവരിങ്ങനെ ഒരു പോസ്റ്റ് അടിച്ചിറക്കിയിട്ട് ഇതിനകത്ത് ഈ ഹമാസ് തീവ്രവാദി ഒരു തീവ്രവാദി തന്നെ കൊല്ലപ്പെടുകയാണ് ഇവിടെ ഖത്തറിൽ. അതിൽ മറ്റ് സിവിലിയൻസ് ഒന്നും മരിച്ചിട്ടില്ല, അല്ലേ, പൗരന്മാരൊന്നും മരിച്ചിട്ടില്ല. അതിൽ വന്ന് ഈ കുട്ടിയുടെ ഫോട്ടോ വയ്ക്കുകയാണ്. അപ്പോൾ ഇത്തരം ഫോട്ടോകളാണ് ഈ ടീച്ചർ കാണുന്നത്. ഈ ടീച്ചർ കാണുമ്പോൾ അവരുടെ ഉള്ളിലെ സഹജമായ മാതൃത്വം അവർക്ക് ഉള്ളിലും. അപ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നും. അതിൽ പോയി നമ്മൾ ചിത്ത വിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇവർ ഖത്തറിൻ്റെ പരമാധികാരത്തിൻ്റെ മുകളിൽ കൂടെ അടിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ പണ്ട് കുറച്ച് ദിവസം 2-3 മാസം മുമ്പേ ഇറാൻ ഖത്തറിൽ അടിച്ചപ്പോൾ പരമാധികാരത്തിൻ്റെ അടിയിൽ കൂടെ ആയിരിക്കും അടിച്ചത്. അതുകൊണ്ടായിരിക്കും ഇവർക്ക് അന്നൊന്നും തോന്നാത്തത്. കാരണം അന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇറാൻ, അല്ലേ. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അടിക്കുമ്പോൾ എല്ലാവരും പറയണ്ടേ, ഒരാൾ അടിക്കും. അതൊരു വശമാണ്. ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ഹൃദയപക്ഷം എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷം മാത്രമേ അറിയുള്ളൂ. പക്ഷാഘാതം ഉണ്ടായി. ഇടതുപക്ഷം ഹൃദയപക്ഷം പറഞ്ഞ് ഈ സൈഡ് അങ്ങ് പോയി. സ്വാഭാവികമായ അവർക്ക് ഈ ഭാഗം പ്രവർത്തിക്കില്ല. അതെ. അപ്പൊ എന്താ ഇതിനകത്ത് ഇനി എന്താണ് ഈ സൗദിയുടെ ആൾനാശം? ഇപ്പൊ സൗദിയും ആയിട്ടൊക്കെ ഇതിനകത്ത് പട്ടാളം തമ്മിലൊക്കെ യുദ്ധം നടക്കുന്നുണ്ട്. ഇതിനകത്ത് യമനിൽ സൗദിക്ക് ആൾനാശം ഉണ്ടായിട്ടുണ്ട്, അപ്പുറത്തും ആൾനാശം ഉണ്ടായിട്ടുണ്ട്. അവസാനം എത്ര പേർക്ക് എത്ര ആൾ നഷ്ടമായി എന്നൊക്കെയുള്ളതായിരിക്കും കണക്കെടുക്കുന്നത്. അതാണ് ഈ യുദ്ധമാകുമ്പോൾ അങ്ങനെ സംഭവിക്കും. ഇപ്പം നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമ്മൾ സിവിലിയൻസിനെ ഒന്നും ആക്രമിച്ചില്ല. പക്ഷെ ഒടുവിൽ എന്താണ് കണക്കെടുത്ത് എത്ര നാശനഷ്ടം കൂടുതലുണ്ടായത് എവിടെ എന്നുള്ളതാണ്. അപ്പം അത് ആണ് ഇവിടെ നോക്കുന്നത്. അപ്പം ഈ പറയുന്ന സൗദിയിലും ആൾനഷ്ടം ഉണ്ടാവാറുണ്ട്, ഈ പറയുന്ന റഷ്യയിലും ആൾനഷ്ടം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പറയുന്ന വിക്ടിം അല്ലെങ്കിൽ ഒരു തോൽവിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെ നാശനഷ്ടങ്ങളായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് നമ്മുടെ കേരളത്തിൽ ഗാസ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നതും ഹമാസ് തീവ്രവാദികൾ എന്ന് വിളിക്കാൻ മടിക്കുന്ന അതെ ഹമാസ് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് ഹമാസ് തീവ്രവാദികളാണ്. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും ഹമാസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇസ്രായേലിൽ ഒരു മലയാളി നേഴ്സ് കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഹമാസ് തീവ്രവാദി എന്ന് പോസ്റ്റ് ഇട്ടിട്ട് 2 മണിക്കൂറിനുള്ളിൽ അവരത് പോസ്റ്റ് തിരുത്തി എഴുതിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുള്ള അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരുള്ളപ്പോൾ ഇതുപോലുള്ള ടീച്ചർമാർ തെറ്റിദ്ധരിക്കപ്പെടും. അത് സ്വാഭാവികമാണ്. അതിൽ അവരെ പോയി ചീത്ത വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.